നമസ്കാരം. സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചോദ്യം ഉയർന്നു വന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. പ്രതിരോധ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെയാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉയർന്നു വന്നത്. ഈ ചോദ്യം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനെ ക്ഷുഭിതനാക്കിയെന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. ലോകം ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. എന്നാൽ ഈ ചോദ്യം മുഖത്ത് നോക്കി ചോദിച്ചത്, അല്ലെങ്കിൽ ചോദ്യം ഉയർന്നു വന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇറാനെതിരെ യുദ്ധം ഉടനുണ്ടാകും, ഇറാനെ തീർക്കും എന്നൊക്കെ പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുള്ളതുപോലെയുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും ചർച്ചകൾ നടക്കുന്നതിനിടെ ഒരു രാജ്യവും ചെയ്യാത്ത ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു, മൂന്നാം ഘട്ടം നാലാം ഘട്ടം ചർച്ച എന്നൊക്കെ പറഞ്ഞ് അതിന് തീയതി നിശ്ചയിക്കുന്നു. ഈ തീയതി നിശ്ചയിച്ച സാഹചര്യത്തിൽ ചതിയിലൂടെ ഇറാനിലേക്ക് ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ആക്രമണം നടത്തുന്നു. 170ഓളം കുട്ടികളാണ്, പെൺകുട്ടികളാണ് അമേരിക്കയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടത്. എന്തായാലും അത് ഞങ്ങളല്ല, അത് ഇറാൻ തന്നെ മിസൈൽ അയച്ച് കുട്ടികളെ കൊന്നതാണ് എന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞത്. അങ്ങനെ തുടങ്ങി ട്രംപിന്റെ ഓരോരോ വാക്കുകൾ. ട്രംപ് പറയുന്നതൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ചെയ്ത തെറ്റിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ട്രംപ് എന്തെങ്കിലും ഒരു നുണ പറയും. ആ നുണ പിന്നീട് പൊളിയും. അവിടെ കിടന്ന് ട്രംപ് ഉരുളും. ഹോർമൂസ് തുറക്കുന്നതിന് വേണ്ടി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്, ഇറാനുമായിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് ഹോർമൂസ് തുറക്കണം എന്ന് ട്രംപ് പറയുന്നു. ഒരു ഭാഗത്ത് ഹോർമൂസ് തുറക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ട്രംപ് ഈ ഹോർമൂസ് കടലിടുക്ക് അടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ട്രംപിന്റെ ഉപരോധം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഉപരോധം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഈ ഉപരോധം അവസാനിപ്പിക്കാതെ ഇനി ഹോർമൂസ് തുറക്കുന്ന പരിപാടിയില്ല, ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾക്കാണ് എന്ന് ഇറാനും പറയുന്നു. എന്നാലും ഇപ്പോൾ ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ്. അതായത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് 60 ദിവസത്തിലധികം ട്രംപിന് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അമേരിക്കൻ കോൺഗ്രസിലെ ഓരോ അംഗങ്ങൾക്കും ട്രംപ് പ്രത്യേകം കത്തയച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനിയും ഇറാനെ ആക്രമിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതെന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്ന ഒരു മറുചോദ്യമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ട്രംപ് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് യഥാർത്ഥത്തിൽ ട്രംപ് അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്തിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ട്രംപിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ യുദ്ധം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. എന്തായാലും ആരെങ്കിലും ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചാൽ ആ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായി മറ്റൊരു രാജ്യത്തിന് നേരെ മെക്കിട്ട് കയറാൻ മാത്രം ശേഷിയില്ലാത്ത ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അത് തന്നെയാണ് ലോകം ചോദിക്കുന്നത്, അത് തന്നെയാണ് അമേരിക്കക്കാരും ചോദിക്കുന്നത്. പ്രതിരോധ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അത്തരത്തിലുള്ളത് തന്നെയാണ്. ഇത്തരത്തിലൊരാളുടെ പക്കൽ അധികാരം ഏൽപ്പിച്ചാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ കാണേണ്ടി വരുമെന്നുള്ള ഒരു ആശങ്കയാണ് അവിടെ പങ്കുവച്ചത്. എന്തായാലും ഇവിടെ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ട്രംപുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ അത് കൃത്യമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇറാൻ യുദ്ധ സമയത്ത് ഇവിടെ അമേരിക്കൻ പൈലറ്റ്, യുദ്ധ വിമാനത്തിലെ പൈലറ്റ് അവിടെ കുടുങ്ങിയ സാഹചര്യത്തിൽ ആ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരു തോന്നൽ ട്രംപിനുണ്ടായത്രേ. ആ സമയത്ത് ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കണം എന്നൊരു തീരുമാനം ട്രംപ് എടുത്തു എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം വാർ റൂമിൽ നിന്ന് ട്രംപിനെ പിടിച്ച് പുറത്താക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇവിടെ ഒരു സമയത്ത് യേശു ക്രിസ്തു ആകുന്നു, മാർപ്പാപ്പയെ ഇവിടെ അധിക്ഷേപിക്കുന്നു, മാർപ്പാപ്പക്കെതിരെ ട്രംപ് പൊട്ടിത്തെറിക്കുന്നു. അതുപോലെ തന്നെ ഇറാനിലെ പരമോന്നത നേതാവാകാൻ ട്രംപിനെ ക്ഷണിച്ചു എന്ന് ട്രംപ് പറയുന്നു. അതുപോലെ തന്നെ വെനിസ്വലൻ പ്രസിഡന്റായി താൻ മത്സരിക്കാൻ പോവുകയാണ്, അവിടെ മത്സരിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് തനിക്കായിരിക്കും കിട്ടുക എന്നൊക്കെ ട്രംപ് ഇങ്ങനെ തട്ടിവിടുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തോ പ്രശ്നമുള്ളത് പോലെയാണ് ട്രംപ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രവർത്തിക്കുന്നത്. ഇനി ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചോ? ട്രംപിന്റെ ഈ മാനസികാവസ്ഥ, മാനസിക നില ഇങ്ങനെ മാറാൻ മാത്രം എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ആശങ്കകൾ ലോകം പലപ്പോഴും രഹസ്യമായി അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ തുറന്നു ചോദിക്കാൻ അമേരിക്കക്കാർ തന്നെ തയ്യാറായിരിക്കുന്നു. മറുപടി ട്രംപിനെ പോലെ തന്നെ പീറ്റ് ഹെഗ്സത്തും ക്ഷുഭിതനാവുകയാണ്, മറിച്ചൊന്നും പറയാനില്ല. എന്തായാലും എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് യുദ്ധം നിർത്തി എന്ന് പറയുന്നു, എന്നാൽ ഉപരോധവും അതുപോലെ തന്നെ യുദ്ധവും ഇപ്പോൾ തുടരുന്നു എന്ന രീതിയിലുള്ള അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കാൻ ട്രംപിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനെ 6500 ടണ്ണിലധികം ആയുധങ്ങൾ കൊടുത്ത് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ പ്രേരിപ്പിക്കാനും ട്രംപ് തയ്യാറാകുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രേരണയിൽ
ട്രംപ് വീണു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരാളെ പ്രസിഡന്റ് ആക്കണോ വേണ്ടയോ? അമേരിക്കയിലെ ജനങ്ങൾ തന്നെ അത് തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.